അവന്റെ ജ്ഞാനം അനന്തവും അപാരവുമാണ്. സർവശക്തനായ തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുന്നത് നോക്കുക. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദി വഹുവൽ അസീസുൽ ഹകീം. സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അല്ലാഹുവത്രേ അവൻ. അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു. അവനത്രേ പ്രതാപിയും യുക്തിമാനും. എട്ടുകാലി നമുക്കെല്ലാം അറിയാവുന്ന സരളമായ ഒരു ജീവി. ഒരു ദിവസം തന്നെ നാം പലതവണ ഈ ജീവിയെ കാണുന്നു. വീട്ടിനകത്തും പറമ്പിലും പാടത്തും മുറ്റത്തിലും തോട്ടത്തിലുമെല്ലാം ഇവയെ കാണാം. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഇവയെ ഗൗരവതരമായി വീക്ഷിക്കാറുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ കലാവൈഭവത്തിന്റെ പ്രകടിത രൂപങ്ങളിലൊന്നാണ് എട്ടുകാലി. ഇവയെ അല്പം കൂടി അടുത്ത് കണ്ടാലേ ഇക്കാര്യം നമുക്കറിയാനാവൂ. എട്ടുകാലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലെത്തുക എട്ടുകാലി വലകളാണ്. ഈ വലകൾ ഡിസൈനിങ്ങിലെ ഒരത്ഭുതം തന്നെയാണ്. എട്ടുകാലി വലക്ക് അതിൻ്റെതായ ബ്ലൂ പ്രിന്റും എഞ്ചിനീയറിംഗ് കണക്കുകൂട്ടലുകളുമുണ്ട്. ഒരു എട്ടുകാലിയെ ഒരു മനുഷ്യന്റെ വലുപ്പത്തിലേക്ക് വലുതാക്കിയാൽ അത് നെയ്യുന്ന വല ഏതാണ്ട് 150 മീറ്ററോളം നീളമുള്ളതായിരിക്കും. ഇത് 50 നിലകളുള്ള ഒരു അമ്പര ചുംബി കെട്ടിടത്തിന് സമാനമാണ്. 50 നിലയുടെ ഒരു ചിലന്തി വല നിർമ്മിക്കപ്പെട്ടാൽ അതിന് ജംബോ ജെറ്റിനെ പിടിച്ചു നിർത്താനാവും. ഈ സ്വഭാവ സവിശേഷതകളുള്ള വല നെയ്യാൻ എട്ടുകാലിക്ക് കഴിയുന്നത് എങ്ങനെയാണ്? ഇക്കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ ഇതിന് ഒരു ബ്ലൂ പ്രിന്റ് ആവശ്യമാണ്. ഏതോ ഒരു എഞ്ചിനീയർക്കും ഇത് ആവശ്യമാണല്ലോ. ബ്ലൂ പ്രിന്റ് റെഡിയായാൽ എട്ടുകാലി വലയുടെ ഏതൊക്കെ ഭാഗത്ത് എത്രയൊക്കെ ഭാരം വെക്കാനാവും എന്ന് ഗണിച്ചെടുക്കേണ്ടതുണ്ട്. ഇതും ഒരു എഞ്ചിനീയർ ചെയ്യുന്നതാണ്. ഇതിന്റെ അഭാവത്തിൽ ചിലന്തി വല നിലം പൊത്തുക സ്വാഭാവികം. ചിലന്തി വല നെയ്യുന്നതെങ്ങനെ എന്ന് പരിശോധിച്ചാൽ അതിൽ അന്തർഭവിച്ച അത്ഭുതമാണ് വെളിച്ചത്ത് വരിക. വായുവിൽ താൻ നെയ്ത സിൽക്ക് വായുവിന്റെ ചലനമുപയോഗിച്ച് നിശ്ചിത പോയിന്റുകളിൽ ഒട്ടിക്കപ്പെടുന്നു. പിന്നീടാണ് നിർമ്മാണം ആരംഭിക്കുക. ഒരു വല നെയ്തെടുക്കാൻ 1 മണിക്കൂറോ അതിലധികമോ സമയം വേണ്ടിവരും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സാധാരണഗതിയിൽ നടക്കുന്നതിന്റെ 60 ഇരട്ടിയിൽ അധികം വേഗതയിലുള്ള പ്രക്രിയയാണ്. എട്ടുകാലി ആദ്യം ശക്തമായ ചരടുകൾ മധ്യഭാഗത്ത് നിന്ന് നെയ്ത് വലയുടെ ബാഹ്യഭാഗം നിർമ്മിക്കും. പിന്നീട് അത് അയഞ്ഞതും ഒട്ടിപ്പിടിക്കുന്നതുമായ ആലുപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിക്കും. ഇപ്പോൾ കെണി ഒരുങ്ങിക്കഴിഞ്ഞു.
എട്ടുകാലി വലക്കുപയോഗിക്കുന്ന ആലുകൾ വലയെപ്പോലെ തന്നെ അത്ഭുതകരം തന്നെയാണ്. തുല്യ വലുപ്പത്തിലുള്ള സ്റ്റീൽ ചരടിനേക്കാൾ 5 ഇരട്ടി ശക്തിയുള്ളതാണ് എട്ടുകാലിയുടെ സിൽക്ക്. അതിന്റെ ആയതി ബലം അഥവാ ടെൻസിൽ ഫോഴ്സ് സ്ക്വയർ മീറ്ററിന് 1,50,000 കിലോഗ്രാം തോതിലാണ്. 30 സെന്റിമീറ്റർ ആരമുള്ള ഒരു കയർ ചിലന്തി വലയുടെ നൂൽ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ അതിന് 150 കാറുകളുടെ ഭാരം താങ്ങാൻ കഴിയും. കെൽവാർ എന്നറിയപ്പെടുന്ന വെടിയുണ്ട ഏൽക്കാത്ത ജാക്കറ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ച വസ്തു ശാസ്ത്രകാരന്മാർ നിർമ്മിച്ചത് എട്ടുകാലിയുടെ നൂലിനെ മോഡലാക്കിയാണ്. സെക്കൻഡിൽ 150 മീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വെടിയുണ്ടക്ക് മിക്കതിനെയും തുളച്ചു കയറാനാകുമെങ്കിലും കെൽവാർ കൊണ്ട് നിർമ്മിച്ച തുണിയെ ഭേദിക്കാനാവില്ല. എട്ടുകാലി നൂൽ കെൽവാറിനേക്കാൾ 10 മടങ്ങിലേറെ ശക്തമാണ്. അത് മനുഷ്യന്റെ മുടിയേക്കാൾ ലോലവും പഞ്ഞിയേക്കാൾ ഭാരം കുറഞ്ഞതും സ്റ്റീലിനേക്കാൾ ശക്തവും ലോകത്തിലേറ്റവും ശക്തിയുള്ള പദാർത്ഥവുമാണ്.